മലയാള സീരിയൽ രംഗത്തത് ആത്മഹത്യാ പരമ്പരയാണോ? ഒരു മാസം മുൻപാണ് നടി അപർണ നായർ ജീവനൊടുക്കിയത്. അതിന്റെ ഞെട്ടൽ മാറും മുൻപേ രഞ്ജുഷയുടെ മരണ വാർത്തയും. രണ്ട് സംഭവങ്ങൾക്കും സമാന സ്വഭാവമാണ്. കുടുംബ പ്രശ്നങ്ങളാണ് ആത്മഹത്യക്ക് കാരണമായത്. അപർണയുടേത് ദാമ്പത്യ ബന്ധത്തിലെ തകർച്ചയായിരുന്നുവെങ്കിൽ രഞ്ജുഷയുടേത് ലിവിംഗ് ടുഗദർ റിലേഷൻ ആയിരുന്നു. ഒറ്റപ്പെടലും വേദനയും ഉള്ളിലൊതുക്കിയായിരുന്നു അവരുടെ ജീവിതമെന്നാണ് ഇരുവരും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റുകളിൽ നിന്നും വ്യക്തമാകുന്നത്. രഞ്ജുഷ മേനോൻ ആത്മഹത്യ ചെയ്യുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു വീഡിയോ സന്ദേശമാണിത്. എന്തൊക്കെയോ വിഷമമുള്ളിൽ ഒതുക്കിയായിരുന്നു അവർ ജീവിച്ചിരുന്നത്. വാക്കുകളിൽ സ്നേഹമുണ്ടെന്ന് കരുതി സ്നേഹം ഉണ്ടാകണമെന്നില്ലല്ലോ എന്നാണ് വീഡിയോ സന്ദേശത്തിലുള്ളത്. രഞ്ജുഷ പ്രതീക്ഷിച്ച സ്നേഹം പങ്കാളിയിൽ നിന്നും ലഭിച്ചിരുന്നില്ലേ? അവർ തമ്മിലുള്ള പ്രശ്നത്തിന്റെ കാരണം എന്താണ്? പൊതുവെ യുവതലമുറ ലിവിംഗ് ടുഗദർ റിലേഷൻ തിരഞ്ഞെടുക്കുന്നത് പോലും വിവാഹമെന്ന കെട്ടുപാടിൽ ജീവിതം തകരാതിരിക്കാനാണ്. പ്രശ്നമുണ്ടായാൽ എപ്പോൾ വേണമെങ്കിലും ആ ബന്ധത്തിൽ നിന്നും പിന്മാറാമെന്നാണ് പല യുവാക്കളും അവകാശപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ രഞ്ജുഷ എന്തുകൊണ്ടാണ് ലിവിംഗ് ടുഗദർ ബന്ധത്തിൽ നിന്നും പിന്മാറാതെ ജീവനൊടുക്കിയത്? ഒരു ദാമ്പത്യത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ നിയമപരമായി വിവാഹം കഴിച്ച കപ്പിളിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ലിവിംഗ് ടുഗദറിൽ സ്റ്റെബിലിറ്റി വളരെയധികം കുറവാണ്. അതിന് പലതാണ് കാരണം. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇത് നമ്മുടെ നിയമത്തിന്റെ പരിരക്ഷ ലിവിംഗ് ടുഗദറിനില്ല എന്നുള്ളതാണ്. ഇത്തരം റിലേഷൻഷിപ്പിന് നിയമത്തിന്റെ പരിരക്ഷയില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് യാഥാസ്ഥികമായി കൺസർവേറ്റീവായി ചിന്തിക്കുന്ന പേരൻസിന് ഒന്നും തന്നെ ഇത് അംഗീകരിക്കാനായിട്ട് പറ്റത്തില്ല. നമ്മുടെ സമൂഹം ഒട്ടും തന്നെ ഇത് അംഗീകരിക്കുന്നതുമല്ല. അതുകൊണ്ട് തന്നെ ജാതി മത സംഘടനകൾ ഒന്നും തന്നെ ഇതിനെ അംഗീകരിക്കുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല. ലിവിംഗ് ടുഗദർ റിലേഷനിൽ കഴിയുന്നവരുടെ ബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും മാനസിക പിന്തുണ പോലും കിട്ടില്ല എന്നത് പലരെയും തളർത്തിക്കളയുമെന്നാണ് മനഃശാസ്ത്രജ്ഞർ പറയുന്നത്. സ്റ്റെബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ ഒരു സിംഗിൾ പാരന്റിങ്ങിലൊക്കെയും ചെന്ന് അവസാനിച്ചേക്കാം. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് മാരേജ് എന്നൊരു കൺസെപ്റ്റിൽ വളർന്നു വരുന്ന കുട്ടികളെക്കാട്ടിലും മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. സ്വാഭാവികമായിട്ടൊരു മറുചോദ്യം ഉയർന്നേക്കാം, ദാമ്പത്യത്തിൽ ഡിവോഴ്സ് ഉണ്ടാകാറില്ലേ? അവിടുത്തെ കുട്ടികൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ല? തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ നാം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എല്ലാവിധ പഠനങ്ങളും തെളിയിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാവിധ പഠനങ്ങളും സൂചിപ്പിക്കുന്നത് ഒരു മാരേജിന്റെ ആ ഒരു ഫ്രെയിം വർക്കിൽ വളർന്നു വരുന്ന കുട്ടികൾക്കാണ് എപ്പോഴും നല്ല മാനസികാരോഗ്യം എന്നത് തന്നെയാണ്. ലിവിംഗ് ടുഗദറിന് നിയമപരിരക്ഷ ഇല്ലാത്തത് തുടർന്നുള്ള ജീവിതത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കാം എന്ന തോന്നൽ ചിലപ്പോൾ സ്ത്രീകൾക്കുണ്ടാകാം. ബന്ധങ്ങൾ ഏതായാലും ദൃഢമായിരിക്കുക, വിശ്വസ്തത പാലിക്കുക.